എല്ലാവരും സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എങ്കിൽ സ്റ്റുഡൻസിന് കേൾക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് ഇതിന് ശേഷം നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. താല്പര്യമുണ്ടോ? ഓക്കെ. ഇവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ആരൊക്കെയല്ലേ? കുറച്ച് പേരുണ്ട് അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന എത്ര പേരല്ലേ? കൂടുതലും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരല്ലേ? അപ്പോ ഇന്ന് നമ്മള് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങളെല്ലാരും വലുതാകുമ്പോ നിങ്ങൾക്ക് ജോലി കിട്ടാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരല്ലേ അല്ലേ? പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ജോലി കിട്ടണ്ടേ? ഇല്ലേ? ജോലി വേണ്ടാതെ ചുമ്മാ ഇരിക്കാൻ അങ്ങനെ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ ആർക്കും പറ്റൂലല്ലോ. ജോലി കിട്ടണ്ടേ? നല്ല ജോലി കിട്ടി നല്ലൊരു നിലയിലെത്താൻ താല്പര്യമില്ല എത്ര പേരുണ്ട്? എല്ലാവർക്കും താല്പര്യമുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഒരു അടിപൊളി സാലറി കിട്ടണം പഠിച്ചു കഴിയുമ്പോൾ. നിങ്ങളിപ്പോ സ്കൂളിലുള്ള പിള്ളേരായിരിക്കും, കോളേജിലുള്ള പിള്ളേരായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു സാലറി കിട്ടണം. അങ്ങനെ താല്പര്യമുള്ള എത്ര പിള്ളേരുണ്ട്? എല്ലാവർക്കും താല്പര്യമുണ്ട്. ഓക്കെ, എങ്കിൽ ആ ഒരു ടാർഗറ്റിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനു വേണ്ടി ആ ഒരു സ്വപ്നത്തിന് നിങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നവരെന്ന് കൈവക്കുക. ആഹാ, മിടുക്കൻ പിള്ളേരാണെന്നല്ലോ. ഓക്കെ. അപ്പം ഇന്നത്തെ ഒരു ഇൻഡസ്ട്രിക്ക് പറ്റുന്ന രൂപത്തില് നല്ല വാല്യുബിൾ ആയിട്ടുള്ള നമുക്ക് നല്ല വാല്യൂ കൊടുക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആയി പഠിച്ചിറങ്ങാൻ പറ്റുക. ഈ പറഞ്ഞതുപോലെ നല്ലൊരു സാലറി കിട്ടുന്ന ജോബിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന കുട്ടികളായി നിങ്ങളെ മാറ്റുക. ആ ഒരു ടോപ്പിക്കിലാണ് നമ്മളിവിടെ ഈ ഒരു സെഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ കൂട്ടുകാർ റിൻഷിദ് ഉണ്ട്. ഇദ്ദേഹം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. എനിക്ക് ഫ്രീലാൻസ് വർക്കിനെ പറ്റി റിൻഷിദ് ജസ്റ്റ് ഒന്ന് പറയും. അസ്സലാമു അലൈക്കും. ഇവിടെ ഞങ്ങൾ ആക്ച്വലി പ്രതീക്ഷിച്ചത് കുറേ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും സ്കൂളത്തെ കുട്ടികളല്ലേ കൂടുതൽ. അപ്പം യാസീൻക പറഞ്ഞ പോലെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവർക്കും ഇൻഡസ്ട്രി എന്നുള്ള പദം അറിയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഈ പഠിക്കുന്ന സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതൊക്കെ അവസാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജോലി കിട്ടാനല്ലേ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും അതേപോലെ മറ്റുള്ള പ്ലാറ്റ്ഫോംസും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, കുറേ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ കുറേ കമ്പനീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ് ഈ ഒരു സെഷൻ. ഇത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡിഗ്രി കഴിയേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്കറിയാം, കേരളത്തിൽ റോൾ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി സ്വന്തമായിട്ട് ഒരു AI കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ഒരു 16-17 വയസ്സിൽ സ്വന്തം അച്ഛനെ ആ കമ്പനിയിലേക്ക് ഹയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കുട്ടിയെ പറ്റി ആരൊക്കെ കേട്ടിട്ടുണ്ട്? റോജോ എന്ന് പറഞ്ഞ കുട്ടിയെ പറ്റി ആരൊക്കെ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുള്ളവരുണ്ടോ? ആരും കേട്ടിട്ടില്ല? സാധാരണ റോൾ ജോൺ ക്ലാസ് എടുക്കാറുള്ളത് പലപ്പോഴും ഇംഗ്ലീഷിലാണ്. US കുറേ ക്ലയൻസിനൊക്കെ ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ക്ലാസ്സസ് ഒക്കെ വളരെ കുറവാണ്.
പക്ഷെ ആള് മലയാളിയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മലയാളത്തിൽ കുറേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിനെ പറ്റിയാണ്. നമ്മൾ ഏത് പ്രായമായിക്കോട്ടെ, നമുക്ക് ഏത് ഫീൽഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾക്കൊക്കെ AI എന്ന് കേട്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും? ചാറ്റ് GPT ഒക്കെ ഉപയോഗിച്ചിട്ട് ഇമേജ് ഒക്കെ ഉണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അതോ നിങ്ങൾ ജെമിനിയാണോ ഉപയോഗിക്കാറുള്ളത്? രണ്ടും ഉപയോഗിക്കാറുണ്ടാവും അല്ലേ? അപ്പം നമുക്ക് AI-നെ നമുക്ക് വേണ്ട രൂപത്തിലോട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യേണ്ടി വരും. AI ഇങ്ങനെ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന AI ഒക്കെ ജസ്റ്റ് ആൻസർ ചെയ്യായിരിക്കും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന്. പക്ഷേ നമുക്ക് പല കമ്പനീസും തരുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ തരുന്ന ടാസ്കിനൊക്കെ വേണ്ടിയിട്ട് AI-നെ ഡിഫറെൻറ്റ് സ്പെസിഫൈഡ് ആയിട്ട് ഓരോ ടാസ്കിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പം ബേസിക്കലി അതാണ് ഞാൻ പല കമ്പനീസിന് വേണ്ടി ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ TKM കോളേജിൽ സെക്കൻഡ് ഇയർ ആണ്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടം ഇപ്പം ഒരു ഫീൽഡായിരിക്കില്ലല്ലോ, വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ഫ്രം സ്ക്രാച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ റിൻഷിത് പറഞ്ഞത് കേട്ടോ? റിൻഷിത് പറഞ്ഞതെന്ന് പറഞ്ഞാല് പുള്ളി ഒരു സ്റ്റുഡന്റ് ആണ്, പുള്ളി പഠിക്കുകയാണ്. പഠിക്കുന്നതിന്റെ കൂട്ടത്തില് പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്. അദ്ദേഹം സ്വന്തമായിട്ട് കസ്റ്റമറെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ. അദ്ദേഹത്തിന്റെ ക്ലയൻസ് പിന്നെ UK-ലും അതേപോലെ ഇന്റർനാഷണൽ ക്ലയൻസ് ആണുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു വളരെ ഐഡിയൽ സിനാരിയോ ആണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ജോലി കഴിഞ്ഞ് നിങ്ങൾ പഠനം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടണം. അപ്പൊ ഈ ജോലി കിട്ടുക എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒരു കൂട്ടുകാരുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുമോ, അവർക്ക് നല്ല സാലറി കിട്ടുമോ, നമുക്കൊന്നും അറിയില്ല. ഈ ഇന്നത്തെ സമൂഹത്തിലെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വളരെ ചെറിയ സാലറി കിട്ടുന്നത്. നമ്മൾ ഫ്രഷർ എന്ന് പറയില്ലേ? ഫ്രഷർ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് പഠിച്ചിറങ്ങി അവർക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ധാരണയിലാണ് അവർ പഠിച്ചിറങ്ങുന്ന സമയത്ത് വളരെ തുച്ഛമായ സാലറിയിൽ കയറുന്ന കുറെ യുവാക്കളുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഫ്യൂച്ചറിൽ നല്ല ഒരു നിലയിലെത്താൻ പറ്റും. അതിന് ചിന്തിക്കേണ്ട ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ലൈക്ക് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഭയങ്കര കടുംപിടുത്തം പിടിക്കേണ്ട പരിപാടിയൊന്നുമല്ല. സിമ്പിൾ ഒരു ആ ചിന്തിക്കുന്ന നമ്മുടെ ശൈലി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്കതിനെ പെട്ടെന്ന് കയറി അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഫ്രീലാൻസ് ചെയ്യുന്ന ഒരു ഇത് പറഞ്ഞു അല്ലേ? നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഈ ഫ്രീലാൻസ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്? എല്ലാവർക്കും വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്ന ആരൊക്കെ ഉണ്ട്? കുറേ ആൾക്കാർക്ക് അറിയാം. നമ്മളിപ്പം ക്രോമിൽ പോയിട്ട് എന്ത് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പോലും അത് വെബ്സൈറ്റിലോട്ടാണ് അവസാനം ചെല്ലുക. നിങ്ങൾ കുറേ കമ്പനികളെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടാവും, അതേപോലെ കുറേ ഷോപ്പുകളെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്, സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ. പിന്നെ അതിലോട്ട് നമ്മൾ പറഞ്ഞ പോലെ വാട്സപ്പിനെയും അതേപോലെ ഫേസ്ബുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യുക. അതേപോലെ അതിൽ AI ഫീച്ചറിനെ കൊണ്ടുവരിക. അതേപോലെ അവർക്കിപ്പം വ്യത്യസ്ത ആവശ്യങ്ങളുണ്ടാകും. ഓരോരുത്തർക്കും ഓരോ തലത്തിലുള്ള വെബ്സൈറ്റുകളായിരിക്കും. ചിലർക്ക് കുറേ ഡാറ്റകൾ ഉണ്ടാകും, കുറേ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ വെബ്സൈറ്റിൽ തുടർച്ചയായി ഇങ്ങോട്ട് എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് ആഡ് ചെയ്യേണ്ടി വരും, അതേപോലെ റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനീൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ആക്ച്വലി നിങ്ങൾക്ക് ഇതിന് ഒരു കോളേജ് കഴിയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു 4 വർഷത്തെ കോഴ്സ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഈ സ്കില്ലൊക്കെ നിങ്ങൾക്ക് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളെ പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഇത് പഠിക്കാനുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഒരു ചോദ്യം ഞാൻ എന്തായാലും കോളേജിൽ പഠിക്കുകയാണല്ലോ, പല പ്രൊഫഷണൽസിനോടും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയിട്ടുള്ള അനൂപ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ X&Yൻ്റെ CEO ആയിട്ടുള്ള അജ്മൽ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ജോബ് കിട്ടാത്തത്, അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ജോബ് മാത്രം അവർക്ക് കിട്ടുന്നത്. പല കുട്ടികളും ഒരു വർഷം മാത്രം പഠിച്ചുകൊണ്ടൊക്കെ ഒരു 1 lakh to അതിലേറെയൊക്കെ സാലറി വാങ്ങുന്ന ആളുകളുണ്ട്. എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ +2 മാത്രം കവർ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അവർ ഹൈലി സ്കിൽഡ് ആണ്. പക്ഷേ നമ്മൾ ഈ 4 വർഷം പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് പല ആളുകൾക്കും ഈ ജോലി കിട്ടാതിരിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിനുള്ള എന്തുകൊണ്ട് കോളേജിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് സ്കൂളുകൾക്ക് ഇതിലോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ ചോദ്യം. ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഏത് ഫീൽഡിലായിക്കോട്ടെ വർക്ക് ചെയ്യുന്നത്, അത് ഒരു കമ്പനിയിലായിരിക്കും അല്ലെങ്കിൽ എന്തായാലും ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലായിരിക്കും. അതിൽ പലപ്പോഴും അവിടെ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നമ്മളെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും 5-6 വർഷം മുന്നത്തെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അവിടെ ഇൻഡസ്ട്രിയിൽ എന്താണ്, കമ്പനികൾക്ക് എന്താ വേണ്ടത്, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് ആഡ് ചെയ്യും. കാരണം അവർക്ക് വേണ്ടത് പൈസയാണ്, അവർ മാക്സിമം പ്രോഫിറ്റാണ്. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെയാണോ, നമ്മുടെ കോളേജുകൾ അങ്ങനെയാണോ? അല്ല. കോളേജിന് വേണ്ട പ്രോഫിറ്റ് അല്ല. കോളേജിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഗവൺമെൻറ് കോളേജിൻ്റെ പർപ്പസ് ഫ്രീ എഡ്യൂക്കേഷനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്യാഷ് ഫ്ലോ ആയാലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. പലപ്പോഴും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യണേ, നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു പെർഫോമൻസിലോട്ട് എത്താൻ കഴിയാത്തത്. അതുമാത്രമല്ല, ഇപ്പം അറിയാലോ, നമ്മുടെ ജെൻസി പിള്ളേരെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കോളേജിന് ശേഷം പലപ്പോഴും ഇപ്പം എക്സ്ട്രാ വർക്ക് എടുക്കുകയാണെങ്കിൽ പോലും കോളേജ് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, പിന്നെ ബാക്കിയുള്ള സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്തിട്ടും അങ്ങനെ അവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പകല് കംപ്ലീറ്റ് ആയിട്ട് കോളേജ് കൊണ്ടുപോകുന്നുണ്ട്, ബാക്കിയുള്ള സമയം അവർക്ക് എന്ത് ചെയ്യാണ്, റിലാക്സ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുകയാണ്. പലപ്പോഴും ഈ കാരണങ്ങളൊക്കെയാണ് അവരെ ഇതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്ന കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ റിൻഷിത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റികളൊന്നും മുമ്പിൽ വരുമ്പോൾ ഇതൊന്നും യൂട്ടിലൈസ് ചെയ്യാതെ ഫോണിൽ നോക്കി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല, അല്ലേ? നമ്മളെ ഈ ഒരു ഫ്രെയിം വർക്കിനെ മറികടന്ന് ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? നിങ്ങളൊരു ഫ്രെയിം വർക്കിൽ എന്ത് ചേഞ്ച് കൊണ്ടുവന്നാലാണ് നമുക്ക് ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇപ്പം പല കാര്യങ്ങളും പറഞ്ഞ്, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇൻഡസ്ട്രി, ഫ്രീലാൻസിങ്, സോഫ്റ്റ്വെയർ അതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അതൊന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പം കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പഠിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ എന്ന് ഉള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ചെറിയ കഴിവ് ആയിക്കോട്ടെ. ഇപ്പോൾ ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും കഴിവ്, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് എഴുതാൻ പറ്റും, അങ്ങനെയുള്ള പല കഴിവുകളും ഉണ്ടാവും. അതുപോലെ നിങ്ങൾ കുറച്ചും പാടി ഡെവലപ്ഡായി ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് കമ്പ്യൂട്ടറിലും മറ്റു പല മേഖലകളിലും നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ വെറും പുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കാതെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടിക്കലി പഠിക്കുന്ന സമയത്ത് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ റിൻഷിദൊക്കെ അല്ലെങ്കിൽ യാസിൻകൊക്കെ ഉള്ള പോലെ ഫ്രീലാൻസിങ് സ്റ്റേജിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ മറികടക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനോടുള്ള ഒരു ആഗ്രഹമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇപ്പോൾ ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാലും ജസ്റ്റ് ആകെ കുറച്ച് റീൽസും ഷോർട്സും മാത്രമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ള നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പോൾ ഷോർട്സ് ആയിക്കോട്ടെ മറ്റെന്ത് വീഡിയോസ് ആയിക്കോട്ടെ, നമുക്കിപ്പോൾ പഠിക്കാനുള്ള രീതിയിലുള്ള ഷോർട്സും റീൽസും കാര്യങ്ങളും മൊത്തം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിലേക്കൊക്കെ കുട്ടികൾ എത്താതെ ഡൈവേർട്ടായി പോകുന്നത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലും പിന്നെ ഇതിനെ പറ്റിയുള്ള ഒരു ധാരണ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുക, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാതെ നിൽക്കുക. ആ സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലേക്ക് എത്താതെ ജസ്റ്റ് കുറച്ച് മാർക്ക് മാത്രം നേടി എന്തോ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഈ AI ടൂളായിക്കോട്ടെ, ഇപ്പോൾ ഇതിൽ പോസ്റ്റർ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എലമെന്റ്സ് ഒക്കെ എടുത്ത് ഫോട്ടോഷോപ്പൊക്കെ പഠിച്ച ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇന്ന് നമുക്ക് യൂട്യൂബും പിന്നെ കുറച്ച് വീഡിയോസും AI ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തും പഠിക്കാന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ടൂൾസൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലൊക്കെ എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിച്ച് പോയാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് കിട്ടും. അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, പിന്നെ അതുപോലെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ഒരു മേഖലയെ പറ്റി അറിയുകയും ചെയ്യുക, അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസൽ പറഞ്ഞത് നമ്മൾ ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ലോകം വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള ലോകം വ്യത്യാസമാണ്. ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കണം, ഓക്കെ, നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കണം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ 3 വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരു ചുമന്ന വീട്, ഒരു മഞ്ഞ വീട്, ഒരു നീല വീട്. ഞാൻ ഈ 3 വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഭംഗിയുള്ളൊരു വീട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പൊ പിന്നെ രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞ്, എനിക്ക് വീട് ഉണ്ടാക്കാനല്ല അറിയാം, അതിന്റെ പേപ്പറൊക്കെ കാണിച്ചെന്ന് വേണ്ട, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഉണ്ടാക്കാൻ അറിയാന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മൾ ആർക്കാ വീടുണ്ടാക്കാൻ ആരോടാ പറയാ? ഒരൊറ്റത്ത് 3 വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരല്ല ഹാപ്പി. വേറെ ആളേൽ എന്താണ്, അവൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, വീട് ഉണ്ടാക്കാൻ അറിയുമെന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മൾ ആർക്കാ ജോലി കൊടുക്കുക? ആർക്കാ ജോലി കൊടുക്കുക? നിങ്ങളൊന്ന് പറയേ. ആദ്യത്തെ ആൾക്കല്ലേ ജോലി കൊടുക്കുക? അതെന്തുകൊണ്ടാ? പുള്ളിക്കാരൻ ചെയ്ത വർക്ക് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് പറയാ പ്രൂഫ് ഓഫ് വർക്ക്. അതായത് നമ്മൾ ചെയ്ത വർക്ക്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നറിയാം? ഈ നമ്മൾ ചെയ്ത സാധനത്തിന് നമ്മൾ ചെയ്ത പഴയ വർക്കുകൾക്ക് ഭയങ്കര ഹൈ വാല്യൂ ആണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് റിൻഷിദൊക്കെ ഫ്രീലാൻസ് ആയിട്ട് പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നുണ്ട്, AI വെച്ചിട്ട് സിസ്റ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളാണ്. ഇനി ഈ പ്രൂഫ് ഓഫ് വർക്ക് ആയിട്ട്, അതായത് ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ പഴയ സാധനങ്ങളുമായിട്ട് ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവന് കാണിക്കാൻ പറ്റും, ഇന്ന സാധനങ്ങൾ ഞാൻ പണിഞ്ഞതാണ്, ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആവശ്യമുണ്ടല്ലോ, ഞാൻ പണിഞ്ഞു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവൻ അവിടെ ജോലി കിട്ടും. ഇനി അല്ല, ഒരു കമ്പനിയെ അപ്രോച്ച് ചെയ്യാണ്, ഒരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരും ഓക്കെ, നിങ്ങൾ ഇതേപോലെ സാധനം എനിക്കുണ്ടാക്കി തരുമെന്ന് പറയും, അവർക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു ലെവൽ നമ്മൾ എത്താറില്ല. പൊതുവെ കോളേജിൽ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും ആ ഒരു സ്കിൽ ലെവൽ എത്താറില്ല, അല്ലേ? അപ്പൊ ആക്ച്വലി മനുഷ്യർക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന
ഒരു നിലയിലേക്ക് നമുക്ക് എത്തണം. അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കാൻ എനിക്ക് പറ്റണം. അല്ലാതെ ഇപ്പൊ എനിക്കൊരു സർട്ടിഫിക്കറ്റിൽ ആരെങ്കിലും ഒപ്പിട്ട് തന്നാൽ എനിക്ക് വീടുണ്ടാക്കി തരാൻ പറ്റുമോ? വീടുണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ? ആരെന്ന് പറയാത്ത എന്താ? എനിക്ക് ഒരാളെ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് തന്നു, യാസീന് വീടുണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ എനിക്ക് വീടുണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഞാൻ ഒരു വട്ടം ശ്രമിച്ച് ആദ്യം ഒരു വീടിന്റെ ബാക്കിൽ ഒരു ചെറിയ കുളിമുറി പണിഞ്ഞ്, അപ്പൊ കുറച്ച് സാധനങ്ങൾ പഠിച്ച്, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു കുടില് പണിഞ്ഞ്, അത് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ വലിയൊരു വീട് പണിഞ്ഞ്. അപ്പൊ എന്തായി? പണി പഠിച്ച് അല്ലേ? പണി പഠിച്ചില്ലേ? അതേപോലെ നിങ്ങളെ കൂട്ടത്തില് പിന്നെ ആർക്കിടെക്ട് ആവാൻ താല്പര്യമുള്ളവരുണ്ടാവും, സിവിൽ എഞ്ചിനീയർ ആവാൻ താല്പര്യം ആൾക്കാരുണ്ടാവും, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെ പല മേഖലകളിലുള്ള താല്പര്യങ്ങളുള്ള കുട്ടികളുണ്ടാവും. ഈ ഓരോ സ്ഥലങ്ങളിലും നമ്മള് കുറച്ച് വർക്ക് ചെയ്യുക. എപ്പോ? നമ്മൾ ഈ പഠനത്തിന്റെ കൂടെ തന്നെ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഈ പഠനത്തിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾ പഠിക്കുന്നതിനിടയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പോൾ ഞാൻ റിൻഷിദിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതേപോലെ പഠനത്തിന്റെ ഇടയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ അല്ലെ? നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് കണ്ടുപിടിച്ച് ചെയ്യല്ലേ അല്ലേ? അതിന്റെ തുടക്കം എങ്ങനെയാണ്? അതൊന്ന് പറഞ്ഞുതരും. ഇപ്പം ഞാൻ ആദ്യമായിട്ട് വർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, എനിക്ക് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ എന്തറിയില്ല, ഇതെങ്ങനെ സെല് ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. നമുക്കിത് വിൽക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കലേ ഇല്ലായിരുന്നു. അതായത് ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അറിയാം, അതിങ്ങനെ നമ്മുടെ ഫണ്ടിന് വേണ്ടി നമുക്കൊരു സ്വന്തമായിട്ടൊരു വെറുതെ ഒരു ഹോബിയായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും കടകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വെറുതെ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കി കൊടുക്കും. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ആ സമയം അതിനൊന്നും നിങ്ങൾ പൈസ ചോദിച്ചിട്ടും ഇല്ല, അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാൻ അങ്ങനെ അറിയില്ല നമുക്ക് ഇതുകൊണ്ട് പൈസ കിട്ടുമെന്നോ. നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ ഒരു സ്കില്ല് അറിയാം, അത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യും, അവർക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം അങ്ങനെ കുറേ ചെയ്തായിരുന്നു. അപ്പം ആദ്യമായിട്ട് എനിക്ക് വരുന്നത്, ഞാൻ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവർക്കൊക്കെ അറിയാം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാൻ ഇപ്പം ഉണ്ടാക്കി കൊടുത്ത ഒരാള് ഇപ്പം ഇതേപോലെ അയാളുടെ ഫ്രണ്ടിന് ഇതേപോലെ ഒരു ആവശ്യം വന്നപ്പം ഇങ്ങനെ ഒരാളുണ്ട്, ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എനിക്ക് ആ വർക്ക് തന്നു. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത്. എന്നിട്ട് അതിന് അയാൾ എന്ത് ചെയ്തു, പുറത്തുനിന്നുള്ള ആളല്ലേ, നമ്മുടെ കുടുംബത്തിലൊന്നും പെടാത്തതുകൊണ്ട് എന്തെങ്കിലും പൈസ തരുമല്ലോ, അങ്ങനെ ആദ്യമായിട്ട് പൈസ കിട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും, അതേപോലെ നല്ല ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളെ യാസീൻക്കൊക്കെ ആണെങ്കിൽ ഇൻ്റർനാഷണൽ ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങൾ, ഗ്രാഫിക് ഡിസൈനിലൊക്കെ അടിപൊളിയാണ്. അതേപോലെ ജസീൽക്കും ഇതേപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് എഡിറ്റിംഗ് ആവട്ടെ എന്താവട്ടെ, നമുക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ടാവട്ടെ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പൈസനെ കുറിച്ചൊന്നും ആലോചിക്കാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് കുറേ ചെയ്തു കൊടുക്കുക. അപ്പോൾ ആൾക്കാർക്ക് അവസാനം അങ്ങനെ മനസ്സിലായി തുടങ്ങുന്നത് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം അവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ജേണിക്ക് എത്തിക്കാൻ സാധിക്കും, ആ വാല്യൂ എന്നുള്ള കാര്യം. അതെ. അപ്പോൾ ഇപ്പൊ ഈ റിൻഷിദ് പറഞ്ഞതുപോലെ നമ്മൾ ആ വീടിന്റെ കഥ പറഞ്ഞില്ലേ, എന്നതുപോലെ ആ വെബ്സൈറ്റുകൾ കുറെ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ആദ്യമായിട്ട്, കാരണം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അങ്ങനെ വലിയ ചെലവൊന്നും ഇല്ലാന്നല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം അദ്ദേഹത്തിന്റെ സമയം മാത്രമാണ് അതിനകത്ത് ചെലവായത്. ആ സമയം കൊണ്ട് വെബ്സൈറ്റുകൾ ഉണ്ടാക്കി ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പം ചുറ്റുമുള്ള ആൾക്കാർ കുറെ പേര് അറിഞ്ഞു, ഇങ്ങനൊരു കഴിവ് റിൻഷിദിനുണ്ട്. ആ ഒരു കാര്യം അപ്പോൾ ആ ഒരു റിക്വയർമെന്റ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വേണ്ട ആൾക്കാർ എന്ത് ചെയ്തു, റിൻഷിദിനെ തേടി വന്നു. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ വന്ന് ചാടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റീസ് പെട്ടെന്ന് വരണമെന്നില്ല. അപ്പം ഈ പറഞ്ഞതൊക്കെ അത്യാവശ്യം വലിയ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് വളരെ ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് പോലും ഇത് നമുക്ക് തുടങ്ങാൻ പറ്റും.
ഏറ്റവും ചെറിയ ലെവൽ. ഇപ്പം നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരടുത്തുള്ള കട, സുഹൃത്തായിട്ടുള്ള ഏതെങ്കിലും ഷോപ്പുകൾ ഉണ്ടാവുമല്ലോ, അവിടുത്തെ വേണമെങ്കിൽ ലെഡ്ജർ ഉണ്ടാക്കാൻ പറ്റുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവര് ഇവിടെ ഈ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ടാവും. ഡിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പോസ്റ്റർ ഒക്കെ ചെയ്യുന്ന ChatGPT വെച്ചിട്ടാണെങ്കിൽ പോസ്റ്റർ ചെയ്ത ആരൊക്കെയുണ്ട്? ഒരു പോസ്റ്ററെങ്കിലും ഉണ്ടാക്കിയ ആരെങ്കിലും ഉണ്ട്? കൈ പൊക്കിക്കോ, വെറുതെ കാണട്ടെ. പോസ്റ്റർ ചെയ്ത ഇത്രയും പേരുണ്ട് അല്ലേ? അപ്പോ ആ പോസ്റ്റർ ചെയ്യുന്ന എന്താ? ഒരു സ്കില്ലാണ്, ഒരു കഴിവാണ്. നമ്മൾ ഈ കഴിവുകൾ നമ്മൾ ഇങ്ങനെ പല പല കഴിവുകൾ നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു ട്രൂ കഴിവ് എവിടെയാ കിടക്കുന്നത് നമുക്ക് പയ്യെ മനസ്സിലാവും. ആ സ്കില്ല് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പ്ലാൻ ചെയ്യുക. ഞാൻ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു ഫീൽഡിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. ഇപ്പൊ വീടുണ്ടാക്കാൻ പഠിച്ച ആള് വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് താല്പര്യവും കഴിവും ഒക്കെ ഉള്ള, താല്പര്യം വേണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അതിലങ്ങ് നല്ല രസം തോന്നും, നല്ല കഴിവ് വരും. ആ സാധനത്തിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ ഒരു കരിയർ ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെന്ത് വേണം? ഈ ഒരു ബോധം വേണം. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓക്കെ, ഇന്ന സാധനം ചെയ്യുമ്പോൾ എനിക്കൊരു എളുപ്പമുണ്ട്, ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ മറ്റുള്ള ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് കൊള്ളാം, ഇത് എൻ്റെ സ്കില്ലാണ്, ഇതിനെ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിനെ വളർത്തിയെടുത്താൽ ഞാൻ പഠിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്കൊരു വാല്യൂ ആയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഒരാൾക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തു, ഒരു ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തു, എനിക്ക് 100 രൂപ കിട്ടി. അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തു, 500 രൂപ കിട്ടി. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്തു, 1000 രൂപ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പഠനത്തിന്റെ ഇടയിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുകയാണ്. അതാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് റിയൽ ലൈഫിൽ ഒരാൾക്ക് വാല്യൂ കൊടുക്കാം. നമ്മളിപ്പോ കോളേജില് അപ്പുവിന്റെ കയ്യിൽ 4 മാങ്ങയുണ്ട്, അമ്മുവിന്റെ കയ്യിൽ 3 മാങ്ങയുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പ്രാക്ടിക്കൽ സാധനമല്ല. നമ്മൾ റിയൽ ലൈഫിലോട്ട് ഇറങ്ങിയില്ല. ആ റിയൽ ലൈഫിലോട്ട് നമുക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്ത് അയാൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി. നിങ്ങൾ കുട്ടികൾ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയാലേ ഇപ്പോഴേ ഇൻഡസ്ട്രി എന്താണ്, അതായത് മറ്റുള്ള നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് നമ്മൾ മുഖേന ഒരു വാല്യൂ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ആ ഒരു ലെവൽ ആവുമ്പോഴത്തേക്കും അടിപൊളിയാവും. നിങ്ങൾക്ക് എത്രയാണ് വയസ്സ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഈ വർഷം 20 ആവും. ഈ വർഷം 20 ആവും. ഒരു ചെറുപ്പക്കാരനാണ് UK കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ വളരെ ഒരു പ്രൗഡായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഏത് ഒരു ലെവലിലാണ് അപ്പൊ ചെറുപ്പം മുതലേ ആ ഒരു ചിന്ത, ആ ഒരു ട്രാക്കിൽ കയറിയത് കൊണ്ടാണ് ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ വന്ന് ചാടിയപ്പോൾ അതിനെ നമ്മൾ പിടിക്കാതെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരും. ആ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിന് മുറുകെ പിടിക്കുക. പിന്നെ ഇതിന്റെ ഇപ്പൊ നമ്മൾ ഈ കുറെ ആശയങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ചിലവര് കേൾക്കും. ഇതിലുള്ള കുറച്ച് ആൾക്കാർ ഇത് കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് പിന്മാറാൻ തോന്നുന്നുണ്ടല്ലോ. ലൈക്ക് ചിലവർ അത് ഫുൾ ഫോളോ അപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ പൂർത്തിയാക്കാനോ തോന്നത്തില്ല, അല്ലെങ്കിൽ അതിനൊരു ഭയങ്കര ഡിഫിക്കൽട്ടി തോന്നും. അതിന് നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ ആയിട്ട് പറയാൻ പറ്റുക? അത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ അധികം ക്ലാസ് കേൾക്കുന്നത് സ്കൂളുകളിലായിരിക്കും അല്ലെങ്കിൽ മദ്രസകളിലായിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഫിസിക്കലി ഇരിക്കുന്നു, ക്ലാസ് കേൾക്കുന്നു. നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന സബ്ജക്റ്റും ഉണ്ടാവും, ഇഷ്ടപ്പെടാതെ പഠിക്കുന്ന സബ്ജക്റ്റും ഉണ്ടാവും. ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ നോക്കും, കുറച്ചൊക്കെ ശ്രദ്ധിക്കും, അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റാണ് എന്തിന് തീരുമാനിക്കുന്നത്, നമ്മൾക്ക് എന്ത് തലയിലേക്ക് കയറണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാം ഇഷ്ടപ്പെടാതെ നിൽക്കണമെന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടാന്നുള്ളതാണ്.
അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ഉള്ളിൽ അതിനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഈ ക്ലാസ് കേട്ടാൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കും, ഇന്ന് മുതൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാവും. അങ്ങനെ തയ്യാറാവും എന്നുള്ള തീരുമാനം ചിലപ്പോൾ ആ ഗേറ്റ് കഴിയുന്ന കൂടി അങ്ങ് മറന്നു പോകും. അതാണ് എല്ലാ ക്ലാസ്സുകളിലും സംഭവിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ മാത്രം എടുത്ത് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിനോട് തന്നെ പറയാം. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് കേട്ടതാണെങ്കിൽ ആ ക്ലാസ് നല്ല മനസ്സിലായി, പക്ഷെ ആ ക്ലാസ് വെറും മാർക്കിന് വേണ്ടി മാത്രം പഠിക്കാതെ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആ ബുക്കിൽ പറഞ്ഞ കാര്യം അതെന്തായിരിക്കും ശരിക്കും അതിനെപ്പറ്റി ആലോചിക്കുക. അതിനെപ്പറ്റി എന്താക്കുക, നമ്മളിപ്പോൾ AI, GPT അങ്ങനെ കുറേ സാധനം ഉപയോഗിക്കുന്നില്ലേ, ആ സാധനങ്ങൾ എന്താക്കുക അതിനിട്ട് കൊടുക്കുക. ഇതെന്താ ഇങ്ങനെ വന്നേ, ഇതിൻ്റെ അപ്പുറത്ത് എന്തായിരിക്കും, ഇതിന് ശേഷം എന്തായിരിക്കും, ഇത് ആരായിരിക്കും കണ്ടുപിടിച്ചേ. അങ്ങനെ നമ്മൾ എക്സ്പ്ലോനേറ്ററി ആയിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അതിനെപ്പറ്റി തേടി പഠിക്കുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഇൻസൈറ്റ്സ് ഉണ്ടാക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പഠിച്ച കാര്യം അതിപ്പോൾ എന്ത് പഠിച്ചതായിക്കോട്ടെ അത് നമ്മൾ എന്താക്കുക നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പഠിക്കും. ഇപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പഠിക്കും, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കാൻ പഠിക്കും, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ അറിയാൻ വിചാരിക്കും. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ അറിയുന്ന കാര്യം ഞാൻ വലിയ ഗമ പറയാണ്, ഇന്ത്യയിൽ ഫോണുണ്ട്, എനിക്ക് നല്ല വീഡിയോ എടുക്കാൻ അറിയാം, അങ്ങനെ പറഞ്ഞു നടന്നതിനേക്കാളും നല്ല എന്താ നമ്മൾ എന്താക്കുക 2-3 വീഡിയോ എടുക്കാം. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ ആ കാണുമ്പോൾ പറയൂ എന്താണ് ഇത് രസജടാ, അങ്ങനെ കുറെ കമന്റ്സ് വരും. പക്ഷെ അങ്ങനെ ആണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കും, ആ പ്രശ്നത്തിനെ പറ്റി പഠിക്കും. അങ്ങനെ പ്രശ്നത്തിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യം, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം നമ്മൾ ശരിക്കും ചെയ്തു തുടങ്ങുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുക. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, അതിനോടൊരു ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഒരുവിധം ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോ കുറെ ടോപ്പിക്കുകൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിലായിട്ടും പറഞ്ഞതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം അല്ലെ. അപ്പോ റിൻഷിദ് നമ്മളിപ്പോ പറഞ്ഞ സാധനത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്താണ് ഉദ്ദേശം? അതായത് ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ട്, അവര് ഇവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ അവരുടെ മനസ്സിൽ എന്ത് ആശയമാണ് ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ടത്, ലൈക്ക് അതിന്റെ ഒരു സമ്മറി ആയിട്ടൊന്നും പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതാണ് ഇത്, ഈ ആശയം നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞത്, ഞാനിപ്പം സംസാരിക്കുമ്പോൾ തന്നെ കുറേ പ്രാവശ്യം സ്കില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും എന്താണ് സ്കില്ല് എന്നുള്ളത്. നമ്മൾ ഈ കോളേജിലൊക്കെ പോയിട്ട് ആക്ച്വലി പഠിക്കുന്നത് നോളജാണ്. ഈ നോളേജ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് സ്കില്ലുണ്ട് എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു കാര്യം നമുക്ക് അറിയുകയാണെങ്കിൽ മാത്രമേ ആ നോളേജിനെ നമുക്കൊരു സ്കില്ലാക്കി മാറ്റാൻ കഴിയുള്ളൂ. ഇനി അങ്ങനെ നമ്മൾ ആ അറിവ് കൊണ്ട് നമ്മൾ കുറേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസും കൂടെ ആവും. സോ നമുക്കൊരു ഇൻട്രസ്റ്റിക്ക് വേണ്ട എപ്പോഴും എക്സ്പീരിയൻസ് ആണ്. അവർ ഇപ്പം യാസിൻക്ക് പറഞ്ഞ പോലെ വീടുണ്ടാക്കി ഓൾറെഡി വർക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും കമ്പനീസിന് കൂടുതൽ വേണ്ടി വരാം. അങ്ങനെ അതേപോലെ സോഫ്റ്റ്വെയർ ഓൾറെഡി ഉണ്ടാക്കിയ ആൾക്കാരെ, അല്ലെങ്കിൽ ഇപ്പം സാധാരണ കോളേജിലൊക്കെ എന്തുണ്ട്, സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് പലപ്പോഴും ജോലി കിട്ടുന്നത് കുറവായിരിക്കും. അതിനുള്ള കാരണം അവർ പ്രൂഫ് ഓഫ് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അവരെ ആവശ്യങ്ങൾ പോലും സോഫ്റ്റ്വെയർസ് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. തിയറി ജസ്റ്റ് അല്ലെങ്കിൽ നോളജിൽ മാത്രമായിട്ട് അവർ ഒതുങ്ങിക്കൂടാണ്. അപ്പോൾ റിൻഷിദ് പറഞ്ഞത് ഞാൻ ഒറ്റ ഒരു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ച സാധനം വെച്ച് എന്തെങ്കിലും 1-2 ഐറ്റം ഉണ്ടാക്കിയിരിക്കണം അല്ലേ. ആർക്കെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും 1-2 സാധനം ചെയ്തിരിക്കണം അല്ലേ. അപ്പം നമ്മൾ സോഫ്റ്റ്വെയർ പഠിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാക്കാൻ പറ്റുക, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു വെബ്സൈറ്റ്. അതെ, ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ ഒരു ആർക്കിടെക്ചർ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിൽഡിന്റെ ഫ്ലോർ പ്ലാനോ
അങ്ങനെ എന്തെങ്കിലും ഒക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ഓരോ മേഖലയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികളൊക്കെ എപ്പോഴും സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു സ്പെഷ്യലൈസ്ഡ് സാധനമുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ഒന്നെങ്കിൽ മേഖല അല്ലെങ്കിൽ കഴിവ് പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് ഗോ മേക്ക് സംതിങ് അല്ലേ? അങ്ങനെ നമുക്ക് പറഞ്ഞൂടെ? ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ കഴിവുകളെ എത്ര കുറവെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇപ്പോഴേ ഉണ്ടാക്കുക അല്ലേ? അതേപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 2 ആൾക്കാരെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ 2 ആൾക്കാർ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ്. അവിടെ ഒരാൾക്ക് നല്ല രൂപത്തിൽ സംസാരിക്കാൻ കഴിയും. അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാനും എന്തൊക്കെയാണ് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും മടിയില്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ആൾ. രണ്ടാമത്തെ ആൾ നല്ല സ്കിൽഡാണ്, അയാൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷേ അയാൾക്ക് ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനോ കോൺഫിഡൻസ്, ഒരു ഇൻട്രോവേർട്ട് പോലെ ആയിരിക്കും. അപ്പം ഇവർ രണ്ടാളും ഒരേ ആളെടുത്ത് ഇപ്പം ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇപ്പോഴും ഈ രണ്ടാമത്തെ ആൾക്ക് കറക്റ്റായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്രഷറിൽ ആ ഉത്തരം മറന്നുപോയൊക്കെ ചെയ്താൽ സ്കില്ലുള്ള നല്ല സ്കില്ലുണ്ടെങ്കിൽ പോലും അത് നല്ലൊരു ജോബായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അതായത് അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി, അപ്പോൾ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് വന്നു, നമുക്ക് ഉണ്ടാക്കാൻ അറിയാം, വീടുണ്ടാക്കാൻ അറിയാം പറഞ്ഞതുപോലെ. പക്ഷേ അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വീട് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഇയാളെ കൊണ്ട് എങ്ങനെ വീടുണ്ടാക്കിപ്പിക്കുക എന്ന് തോന്നിപ്പോ. പക്ഷെ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് എനിക്ക് സാധനം ഉണ്ടാക്കാനും അറിയാം, എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനും അറിയാം, അങ്ങനെ ഒരു ജോലി കിട്ടും അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂസിലൊക്കെ നല്ല രൂപത്തിൽ പെർഫോം ചെയ്ത് അവരെ സ്കില്ലുകളൊക്കെ കറക്റ്റായിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, അവർ ചോദിക്കുന്ന ആൻസറിനായിക്കോട്ടെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള റെസ്പോൺസ്. ഇപ്പോൾ ശരിയായിക്കോണമെന്നില്ല, അവർ കോൺഫിഡൻ്റ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നത് നമ്മൾ തന്നെ നല്ല വിശ്വാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ നല്ലോണം ശ്രദ്ധിക്കും. അപ്പം ഏത് ഫീൽഡിലായിക്കോട്ടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫാക്ടറായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ കുറേ ആളുകൾക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഞങ്ങളൊക്കെ അതിനെ പറയാറുള്ളത് സർഫസ് ഏരിയ കൂട്ടാന്ന് പറയും. അതായത് നമുക്ക് ഈ ഒരു ജോലി അറിയാമെന്ന് കുറേ എത്രത്തോളം ആൾക്കാർക്ക് അറിയുന്നോ അത്രത്തോളം നമുക്ക് ജോലി കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റി, ഈ 2 കാര്യങ്ങളും നമ്മൾ ഒരു ഏത് ഫീൽഡ് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവട്ടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ നമ്മുടെ സമയമായിട്ടുണ്ട്. ഞാൻ ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് നിങ്ങളുടെ കഴിവുകളെ ഒന്ന് വലുതാക്കി എടുക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ലൈക്ക് ഈ കേട്ട ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് യോജിക്കുന്നവർ മാത്രം ഒന്ന് കൈവയ്ക്കാൻ മതി. നിങ്ങൾക്ക് ഉറപ്പാണോ? ഓക്കെ, ഫോളോ അപ്പ് ചെയ്യണം. 2 ആഴ്ച കഴിയുമ്പോഴും ഈ പറഞ്ഞത് ഓർമ്മ നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വിദ്യ പറഞ്ഞു തരട്ടെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഫോണുള്ളവര് അവര് ഫോൺ എടുക്കണം. അതില് നിങ്ങൾക്ക് ഗൂഗിൾ കലണ്ടർ ആപ്പ് ഉണ്ടാവും. അതിനകത്ത് ഗൂഗിൾ കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കലണ്ടർ ഒന്ന് തുറക്കണം. എന്നിട്ട് നിങ്ങളിത് പിന്നീട് ചെയ്താലും മതി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ബേസിക്കലി എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ അതിനകത്ത് വരും. നമുക്കൊരു ഇവന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാ വീക്കും ഒരു സൺഡേ ആവുമ്പോഴത്തേക്കും നിങ്ങൾ റിമൈൻഡ് ചെയ്യണം 2 കാര്യം. ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ സ്കില്ലുകൾ എവിടെയാണെന്നുള്ള. ആ ഒരു ഗോളിലേക്ക് ഒതുങ്ങുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ കൂടെ വന്നിട്ടുണ്ടോ എന്നൊന്ന് സൂക്ഷിച്ച് ആലോചിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തൽ.
ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ നടന്നു പോകും, പക്ഷെ നമ്മളത് വിട്ടുപോകും. അതിനു വേണ്ടിയാണ് ഈ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഈ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കണം. ഓക്കെ, അതൊന്ന്. പിന്നെ 2, ഈ ഓപ്പർച്യൂണിറ്റീസിനെ വെച്ച് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിനൊരു സിമ്പിൾ ചോദ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ഇവന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് റിപ്പീറ്റ് വീക്ക്ലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ടിക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും ഇതേ സമയം നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്കില്ലിനെ പറ്റി ഓർക്കുന്നുണ്ടോ, കരിയറുമായിട്ട് അല്ല നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായിട്ട് അലൈൻ ആവുന്ന രൂപത്തിലാണോ നിങ്ങളുടെ ചിന്തകൾ എന്നൊരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അതിൽ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ കംപ്ലീറ്റ് ഡിസ്കഷൻ്റെ ടേക്ക് അവേ അതാണ്. മറ്റുള്ളവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഫസൽ ഒക്കെ എന്തെങ്കിലും ആഡ് ചെയ്യണോ? അത് തന്നെയാണ്. അതിപ്പോൾ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായാൽ മതി. ആ കാര്യം ചെയ്തു തുടങ്ങുക. കുറച്ചും കൂടി കഴിയുമ്പം അതിൻ്റെ മേലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.